നമസ്കാരം. പൊതുവേദി തുടങ്ങുന്നു. സ്വാഗതം. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പ്രതിപക്ഷ നേതാവിനുമെല്ലാമായി ഏതാണ്ട് 362 പേഴ്സണൽ സ്റ്റാഫാണ് ഉള്ളത്. ഇവർക്ക് ശമ്പളമായി പൊതുഖജനാവിൽ നിന്നും നൽകുന്നതാകട്ടെ 1,42,00,000 രൂപയും. രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത സാമ്പത്തിക ഭാരം. 2 വർഷം സേവനം നടത്തുന്നവർക്ക് പെൻഷൻ നൽകുന്ന വിചിത്രമായ നാട്. ഇതിനെയാണ് സുപ്രീം കോടതി ഇന്ന് അതിരൂക്ഷമായി വിമർശിച്ചത്. 2 വർഷം മാത്രം ജോലി ചെയ്യുന്നവർക്ക് പെൻഷൻ നൽകാൻ മാത്രം സമ്പന്നമാണോ കേരളമെന്നാണ് കോടതിയുടെ ചോദ്യം. ഇത്രയധികം സമ്പന്നമാണെങ്കിൽ ഡീസൽ വില കൂട്ടുന്നതിനെതിരെ KSRTC എന്തിനാണ് പ്രതിഷേധിക്കുന്നത് എന്നും സുപ്രീം കോടതി ചോദിക്കുന്നു. 58 or 60 വയസ്സുവരെ ജോലി ചെയ്ത് വിരമിക്കുന്ന ആളുകൾക്ക് പെൻഷൻ നൽകാം, അതിൽ തെറ്റില്ല. അത് വേണം താനും. അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ചികിത്സയ്ക്കും മറ്റുമൊക്കെ ആയിട്ടാണ് ആ ഒരു സഹായം നൽകുന്നത്. ഒരു പരീക്ഷയും എഴുതാതെ, ഒരു വിദ്യാഭ്യാസ യോഗ്യതയും മാനദണ്ഡമാക്കാതെ 2 വർഷം മാത്രം ജോലി ചെയ്യുന്നവർക്ക് പെൻഷൻ നൽകുന്നത് ശരിയോ? പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് എന്തിന് ഈ ദൂർത്ത്? പ്രേക്ഷകർക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. വിളിക്കേണ്ട നമ്പർ 0471 354 2100. വാട്സപ്പ് വഴി പ്രതികരണം അറിയിക്കാം. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം നമ്മളോടൊപ്പം ഇടുക്കിയിൽ നിന്നും ശ്രീ ജോസുകുട്ടിയാണ് ചേരുന്നത്. ജോസുകുട്ടിക്ക് ഇത്രയും വലിയ ഈ പെൻഷൻ ഭാരം, ഇത്രയധികം പേഴ്സണൽ സ്റ്റാഫ്, ഇതിനൊക്കെ ന്യായീകരിക്കാൻ കഴിയുന്നുണ്ടോ ജോസുകുട്ടി? ഇല്ല സാറേ, ഒരിക്കലും ന്യായീകരിക്കാൻ. ഗവർണർ പറഞ്ഞ സത്യസന്ധമായ കാര്യമാണ്. അന്ന് എല്ലാവരും കൂടെ എല്ലാ ബുദ്ധിജീവികളും ഗവർണറെ എതിർത്തു. പക്ഷെ സത്യമായ കാര്യമാണ്. കാരണം എന്താ പറയുക, സാറിന് ഓർത്ത് നോക്ക്, 10, 25, 26 വയസ്സുള്ളവരെയൊക്കെ പിടിച്ച് സ്റ്റാഫ് ആക്കുക. 2 വർഷം കഴിയുമ്പോഴേക്ക് അവരുടെ ആജീവികാനന്ദം അവരുടെ മരിക്കുന്നോടം വരെ അവർക്ക് പെൻഷൻ കിട്ടുക. നമ്മൾ 55, 65 അല്ല 60 വയസ്സ് വരെ ഈ സർക്കാർ ജോലി ചെയ്തിട്ട് പെൻഷൻ കൊടുക്കുന്നതല്ലേ ഇത് 10, 25 വയസ്സുള്ള ചെറുപ്പക്കാരെ പിടിച്ച് ഈ പേഴ്സണൽ സ്റ്റാഫ് ആക്കുക. അത് കഴിയുമ്പോൾ 2 വർഷം കഴിയുമ്പോഴേക്ക് ഇവരെ പാർട്ടി പ്രവർത്തനത്തിന് പോകുന്നവർക്കെല്ലാം പെൻഷൻ നമ്മൾ കൊടുക്കണം. നമ്മുടെ കാശാ, സാറിന്റെ എന്റെ എല്ലാം കാശാ ഈ കൊടുക്കുന്നതെന്ന് കൂട്ടിക്കണം. ഒരിക്കലും ശരിയായില്ല. ഇതിനെ കോടതിക്ക് ഏത് കേസും ഇടപെടാം. കോടതിക്ക് ഏത് കേസും, സുപ്രീം കോടതി അല്ലെ ഏത് കോടതിക്കും ആരുടെ കേസിലും ഇടപെടാം. അത് വഴിയിൽ ഉള്ള സത്യസന്ധമല്ലാത്ത കാര്യത്തിനെല്ലാം കോടതിക്ക് ഇടപെടാൻ അവകാശമുണ്ട്. സാറിന്റെ ചാനലിൽ നമ്മുടെ ജോസഫ് സി മാത്യു പറയുന്നുണ്ട് കോടതിക്ക് ഇടപെടേണ്ട കാര്യമില്ല. അങ്ങനെയൊന്നും പറഞ്ഞ് ഒഴിവാകരുത്. അങ്ങനെയൊന്നും പറഞ്ഞ് നമ്മൾ ന്യായീകരിക്കാൻ നോക്കരുത്. കോടതിക്ക് ഇടപെടണം. കോടതിയാണ് നമ്മളെ പാവങ്ങളെ രക്ഷിക്കുന്നത്, കോടതിയാ, അല്ല നേതാക്കന്മാരാ ഈ പറയുന്ന ഈ വാദികളൊന്നുമല്ല. വളരെയധികം നന്ദി ശ്രീ ജോസുകുട്ടി, വളരെയധികം നന്ദി അഭിപ്രായം അറിയിച്ചതിൽ. ശ്രീ ശിവദാസൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശിവദാസൻ, ഒന്ന് നോക്കുക, നമ്മുടെ തൊട്ടടുത്തുള്ള ഇപ്പോൾ തമിഴ്നാട്ടിലെയോ അല്ലെങ്കിൽ കർണാടകത്തിലെയോ ഒക്കെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ്, അതിൽ സർക്കാർ ഉദ്യോഗസ്ഥരല്ലാത്ത 2 പേരോ ഒരാളോ ഒക്കെയാണ് ഉള്ളത്. ഇവിടെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് 26 പേഴ്സണൽ സ്റ്റാഫാണ് ഉള്ളത്. അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവിന് 14 പേഴ്സണൽ സ്റ്റാഫുണ്ട്. ഇത്രയധികം ആളുകളെ തീറ്റിപ്പോറ്റുകയാണ് നമ്മൾ. എന്താണ് പറയാനുള്ളത്? സാറേ നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ ഇപ്പോൾ ഒരു നേരത്തെ ഉച്ചഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നു. മുട്ടയുണ്ട്, പാലുണ്ടായിരുന്നു, അതില്ല. അത് കഴിഞ്ഞൊരു ഉച്ചഭക്ഷണം പാവങ്ങൾ അവിടെ കൊടുക്കുന്ന അരിയും തൊട്ടടുത്തുള്ള കടയിൽ കൊടുക്കുന്ന വെജിറ്റബിൾ ആഹാരങ്ങളും മറ്റേ പച്ചക്കറിയും കൊടുത്താണ് ഒരുപാടുപെട്ട ഏകദേശം സ്കൂളുകളിൽ ഭക്ഷണം കൊടുക്കുന്നത്. ഇത് എന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് ധിക്കാരമാണ് ഇവർ കാണിക്കുന്നത്? ഒരു പിടിയും കിട്ടുന്നില്ല. ഇനി ഹൈക്കോടതി, സുപ്രീം കോടതി എല്ലാം ഇടപെട്ട് ഇനി എന്തിനാ ഇവിടെ ഭരണം, ഇവിടെ ആവശ്യം? എല്ലാം കോടതിയിൽ തീരുമാനിക്കും. കോടതി പറഞ്ഞിട്ട് പോലും കേൾക്കുന്നില്ല. ഇവർക്ക് എന്താ തൂർത്തടി, എന്ത് അഹങ്കാരം ഇത്? ഇത്രയും വോട്ട് കൊടുത്ത് വിജയിപ്പിച്ചു കൊണ്ടുവന്ന പാവപ്പെട്ട പാർട്ടിയായ ഈ സീറ്റ് ഭരിക്കുമ്പോൾ കേരളം ഇത്രയും അഴിമതിക്ക് നടത്തുമ്പോൾ ഇവിടെ കേൾക്കാൻ ആരുണ്ട്? വളരെയധികം നന്ദി. ശ്രീ ബാലകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ഇതൊക്കെ ശരിയാണെങ്കിൽ പോലും ഇപ്പോൾ ഈ വിമർശനമൊക്കെ ഉന്നയിക്കുമ്പോൾ പോലും ഈ പെൻഷൻ സംവിധാനം കൊണ്ടുവന്നത് കരുണാകരന്റെ കാലഘട്ടത്തിലാണ്. ബാലകൃഷ്ണന്റെ അഭിപ്രായം എന്താണ് ശ്രീ ബാലകൃഷ്ണൻ? സാറേ, ഇത് ഇടത് കാലിലെ വന്ന് വലത് കാലിലായി എന്ന് പറഞ്ഞ പോലെയാണ്. ഇപ്പോ എന്റെ കഴിഞ്ഞ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായ ആള് അദ്ദേഹം പെൻഷനും മേടിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക. ചെറുപ്പക്കാരനാ, 10-15 വയസ്സ്. അങ്ങനെ തന്നെ ആയിരിക്കും. അതിന് മുൻപ് UDF കാലത്താണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഇവർ രണ്ടും കേരളത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ബലാത്സംഗം ചെയ്ത് നശിപ്പിച്ചോണ്ടിരിക്കുക. അല്ലാതെ വേറൊന്നുമില്ല. കേരളം രക്ഷപ്പെടില്ല. എവരിൽ നിന്നൊരു മോചനം വേണോ? ആം ആദ്മി പാർട്ടിയോ ഏതെങ്കിലും ഒരു പാർട്ടി ഉദിക്കണം കേരളത്തിൽ. കേരളം രക്ഷപ്പെടില്ല. ഇപ്പൊ കേരളയിൽ എന്ന് പറഞ്ഞത്
കോടിക്കണക്കിന് ഉറുപ്പി അഴിമതി നടത്താനുള്ള പേപ്പർപ്പാടാ. അല്ല ജനങ്ങളെ രക്ഷപ്പെടുത്തുന്ന കേരളത്തിന്റെ വികസനമൊന്നുമല്ല. ഇവർക്ക് കക്കണം, അതിനുള്ള മാർഗം ഉണ്ടാക്കുന്നത്. അതിനാണ് ബഹളം നിയമസഭയിൽ നിന്ന് കൂടിയത്. വളരെയധികം നന്ദി ബാലകൃഷ്ണൻ. ശ്രീ സുബീർ കൂടി ഏറ്റുമാനൂരിൽ നിന്നും. സുബീർ, ഇപ്പോൾ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ 253 പേഴ്സണൽ സ്റ്റാഫ് ആണ് ഉള്ളതെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ നോക്കിയാൽ അന്ന് ഉണ്ടായിരുന്നത് 600-ന് മുകളിലാണ്. 623 പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായിരുന്നത്. അപ്പോൾ നോക്കുക, 28 പേരെ വരെ വെക്കാം ഒരു മന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനുമൊക്കെ. അപ്പോൾ പരമാവധി ആളുകളെ കൊണ്ടുവരിക. എന്നിട്ട് 2 വർഷം കഴിയുമ്പോൾ, അതിനെയാണ് ഗവർണർ വിമർശിച്ചത്, 2 വർഷം കഴിയുമ്പോൾ ആ ആളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി അടുത്ത ആളെ കൊണ്ടുവരിക. അപ്പോൾ ഒരു മന്ത്രിക്ക് ഒരു ഭരണ കാലയളവിൽ തന്നെ 2 പേരെ ഒരേ പോസ്റ്റിൽ കൊണ്ടുവരാൻ പറ്റും. ആ 2 പേർക്കും പെൻഷനും കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. താങ്കൾക്ക് എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത് സുബീർ? അദ്ദേഹത്തിൻ്റെ ഫോൺ കട്ടായിട്ടുണ്ട്. ശ്രീ കണ്ണനുണ്ട് ആലപ്പുഴയിൽ നിന്ന്. കണ്ണൻ, പറഞ്ഞോളൂ അഭിപ്രായം. സാറേ, നമ്മളും ഈ പാർട്ടിയിൽ അനുഭാവിയാണ്. പക്ഷെ ഈ കഴിഞ്ഞ 5 വർഷത്തെ ഭരണം കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അതിനുശേഷം ഇങ്ങോട്ടുള്ളത് ഇപ്പം ഇതില് നമ്മുടെ അഴിമതിക്കാരുടെ കയ്യിലാണ് ഇപ്പൊ ഭരണം. കാരണം അഴിമതിക്കാരെന്ന് പറഞ്ഞാൽ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരും ഈ LC സെക്രട്ടറിമാരെ പോലുള്ള ഈ പാർട്ടിയിൽ പുറത്ത് കളഞ്ഞിട്ടുള്ളവരാണ് ഇപ്പൊ വീണ്ടും കേന്ദ്രീകരിക്കുന്നത്. ഇത് പാർട്ടിയുടെ നാശത്തിലേക്കാണ് പോകുന്നത്. ഇപ്പൊ എനിക്ക് കഴിഞ്ഞ ആഴ്ച ഒരു അനുഭവം ഉണ്ടായി സാറേ. നമ്മളുടെ ഒരു സഹോദരൻ ഈ കർളകം വാർഡില് ഒരു RDO കളക്ടർ ഉത്തരവിട്ട ഒരു വീട്, പുള്ളിക്കാരന് വീടില്ല, കിടപ്പാടമില്ല. അവിടുന്ന് ഇവിടുന്ന് കടം മേടിച്ച് സ്വർണം വരെ വിറ്റുകൊണ്ട് 6 സെന്റ് സ്ഥലം അവിടെ ഉണ്ട്, നിലം. അത് നികത്താനായിട്ട് ഉത്തരവ് കൊടുത്തു, വീട് വെക്കാന്നുള്ളത്. അത് നികത്താൻ ചെന്നപ്പോൾ അവിടുത്തെ കർളകം LC സെക്രട്ടറി ഇക്ബാൽ എന്ന് പറയുന്ന ആളും പിന്നെ അവിടുത്തെ ആന്റപ്പൻ എന്ന് പറഞ്ഞൊരു ഭൂമാഫിയുണ്ട്, അയാൾ അവിടെ ഏക്കർ കണക്കിന് നികത്തിരിക്കുക. സാറിന് ഇത് ഞാൻ പറയുന്ന അറിയണമെന്നുണ്ടെങ്കിൽ നേരിട്ട് അവിടെ ചെന്ന് ബോധ്യപ്പെടുത്താം. അവര് 2 ലോഡ് പൂടി കൊണ്ട് അടിച്ചു പറഞ്ഞ തന്നെ ഇവരുടെ ഒരു കൃഷി ഓഫീസറുണ്ട്, സീതാരാമൻ എന്ന് പറഞ്ഞ, ആലപ്പുഴ ജില്ലയിലെ. സാറേ, എവിടെ സ്ഥലം എവിടെയെന്ന് പറഞ്ഞു? ആലപ്പുഴ കർളകം വാർഡ്. ഇപ്പൊ എന്നിട്ട് എന്റെ പുള്ളിക്കാരൻ സ്വയം ആത്മഹത്യ ചെയ്യാണ്ട് കിച്ചാത്തി എടുത്ത് കഴുത്ത് വെച്ച് മുറിച്ച് ഞങ്ങളെല്ലാം കൂടെ ഓടിച്ചെന്ന് പിടിച്ചുകൊണ്ടൊക്കെ പിന്നെ രക്ഷപ്പെട്ട് പറഞ്ഞിട്ട് തഹസിൽദാറെല്ലാം പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ചെയ്ത്. വളരെയധികം നന്ദി കണ്ണൻ. അത് നോക്കാം, നമുക്ക് അവിടെയുള്ള റിപ്പോർട്ടറോട് പറഞ്ഞ് നമുക്ക് നോക്കാം. ഏതായാലും വിളിച്ച അഭിപ്രായം അറിയിച്ചതിൽ നന്ദി. ഓമനയുണ്ട് നമ്മളോടൊപ്പം. ഓമനയ്ക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഒക്കെ പേഴ്സണൽ സ്റ്റാഫുകളെ കുറിച്ചാണ് ഇപ്പൊ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. ഇവരുടെ ഭരണം കിട്ടിയപ്പോ മുതലുള്ള അഴിമതി അല്ലാതെ വേറെ ഒന്നും ഇവർക്കില്ല, മനസ്സിലായോ? തൊടുന്നതല്ല അഴിമതി മാത്രം. എന്നിട്ട് അതിനെല്ലാം ന്യായീകരിക്കുക. ഇതിപ്പം പാവപ്പെട്ട ജനങ്ങൾ, ഞാനൊരു തൊഴിലുറപ്പിന് പോകുന്ന ഒരു വ്യക്തിയാണ്. അതാണ് ഓമന, ഈ 362 സ്റ്റാഫിനായി ഒരു വർഷം 1,42,00,000 രൂപ ഈ ശമ്പള ഇനത്തിലൊക്കെ നൽകേണ്ട അവസ്ഥ. അത്രയധികം ഭാരമുണ്ട്. ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്? ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമൊന്നുമല്ല ഇവരെ ഒന്നും വെച്ചിട്ടുണ്ടാവുക. എന്താണ് പറയാനുള്ളത്? പെൻഷൻ എനിക്ക് 60 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. പെൻഷൻ ഇന്ന് വരെയും കിട്ടിയിട്ടില്ല. നേരത്തെയൊക്കെ കറക്റ്റ് കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പം ഒരു മാസം, ഈ കഴിഞ്ഞ മാസം കിട്ടാനുള്ള പെൻഷൻ ഇന്ന് 10-12 ഇതുവരെയും കിട്ടിയിട്ടില്ല. തൊഴിലുറപ്പ് ചെയ്ത ജോലിയുടെ കൂലി കിട്ടിയിട്ടില്ല. ഇവരുടെ ചുമ്മാ ഇരിക്കുന്ന സ്റ്റാഫ്, ഇവർക്ക് കുറെ ശിങ്കിടികളുണ്ട്, അവർക്കാണ് ഇവരെല്ലാം ചെയ്യുന്നത്. അതാണ് ഏറ്റവും പ്രധാനം. വളരെയധികം നന്ദി ഓമന, വളരെയധികം നന്ദി. ഏതായാലും പൂർണ്ണമായും രാഷ്ട്രീയ നിയമനമാണ് ഈ പേഴ്സണൽ സ്റ്റാഫിലേക്ക് വരുന്നത്. അവർക്കാണ് 1,00,000-ന് മുകളിൽ ശമ്പളം മുതൽ അതിൽ താഴത്തേക്ക് ശമ്പളം വരെ വരുന്നത്. അതിനുശേഷമാണ് 2 വർഷവും 1 മാസവും ജോലി ചെയ്താൽ ശമ്പളം കിട്ടുന്നത്, പെൻഷൻ കിട്ടുന്നത്. അതാണ് അതിൻ്റെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്. പ്രേമനുണ്ട് ചെന്നൈയിൽ നിന്നും. പറഞ്ഞോളൂ പ്രേമൻ. പിണറായി വിജയൻ കൊണ്ടുവന്ന സംവിധാനം പോലെയാണ് നിങ്ങൾ ചർച്ചക്കെടുത്ത് ചർച്ചയാക്കുന്നത്. കാരണം ഇത് പറഞ്ഞാല് കരുണാകരന്റെ കാലത്ത് കൊണ്ടുവന്നതാണ്. അല്ല പ്രേമൻ, ഞാൻ അത് അക്കാര്യം തന്നെ പറഞ്ഞു. അക്കാര്യം ഞാൻ പറഞ്ഞു. കരുണാകരനാണ് ഇത് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ 623 പേഴ്സണൽ സ്റ്റാഫ് ഉണ്ടായിരുന്നു എന്നും ഞാൻ പറഞ്ഞു. അതെ, കഴിഞ്ഞ പിണറായി ഗവൺമെന്റിന്റെ കാലത്താണ് ഇതിൽ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ എണ്ണം തന്നെ വെട്ടിക്കുറച്ചത്. കഴിഞ്ഞ പിണറായി വിജയൻ ഗവൺമെന്റ്
കാലഘട്ടത്തിലാണ് എണ്ണം വെട്ടിക്കുറച്ചത്. പിന്നെ ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള പറയുകയാണെങ്കിൽ അഴിമതി ഏത് മേഖലയെടുത്ത് പരിശോധിച്ചാൽ അഴിമതി പൂർണ്ണമായും പിന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല താങ്കളുടെ അഭിപ്രായത്തിൽ ഇത്രയധികം ഈ സ്റ്റാഫിന്റെ ആവശ്യമുണ്ടോ? ഇത്രയധികം സ്റ്റാഫിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷെ എന്നിരുന്നാലും ഇതുവരെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തും ഈ ഗവൺമെന്റ് കാലത്തും എടുത്ത് പരിശോധിക്കുമ്പോൾ എത്രമാത്രം പിന്നെ സ്റ്റാഫ് അംഗങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ചിട്ടുണ്ട്. വളരെയധികം നന്ദി. അത് ശരിയാണ് താങ്കൾ പറഞ്ഞത്. കാരണം 623 നിന്ന് 362 കുറച്ചിട്ടുണ്ട്. ഏതാണ്ട് പകുതിയോളം തന്നെ കുറച്ചിട്ടുണ്ട്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ അതുപോലെ നമുക്ക് വേണോ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ശ്രീ വിജിൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിജിൻ പറഞ്ഞോളൂ. വിജിൻ സാർ, ഹലോ. പറഞ്ഞോളൂ, കേൾക്കാം. സാർ, പിന്നെ ഇപ്പൊ ഈ പേഴ്സണൽ സ്റ്റാഫിന്റെ പറയുന്ന സമയത്താകുമ്പോഴത്തേക്ക് ഈ നിലവിലിപ്പം PSC പഠിക്കുന്ന ഇഷ്ടംപോലെ വിദ്യാർത്ഥികൾ ഇപ്പൊ കേരളത്തിലുണ്ട്. നിലവിൽ തന്നെ നമുക്കിപ്പോ കഴിഞ്ഞ തവണ ഇപ്പൊ പ്രിലിംസ് എന്ന് പറയുന്ന രീതിയിലാണെങ്കിൽ തന്നെ അത് കഴിഞ്ഞ് മെയിൻസ് എന്ന് പറയുന്ന രീതിയിലാണ് തന്നെ 2 രീതിയിലാണ് ഇപ്പൊ നിലവിൽ PSC പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതങ്ങനെ പരീക്ഷ 2 പരീക്ഷ എഴുതി ഇത്രയും പിള്ളേർ ഇത്രയും ഈ നമ്മുടെ കേരളത്തിൽ നോക്കി നിൽക്കുന്ന സമയത്ത് അവർ റിസൾട്ട് പോലും നിലവിൽ വരാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഈ പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ അവരുടേതായ ആൾക്കാരെ മാത്രം നിയമിക്കുമ്പോഴത്തേക്ക് ഈ പഠിക്കുന്ന പിള്ളേരെല്ലാം വിഡ്ഢികളായിക്കൊണ്ടിരിക്കുന്നതല്ലേ. അതാണ് രാഷ്ട്രീയമായിട്ടുള്ള നിയമനം മാത്രമാണ് അതെന്ന് പറയുന്നത്. രാഷ്ട്രീയക്കാരെയാണ് വെക്കുന്നത്. അവരവരുടെ മണ്ഡലങ്ങളിൽ നിന്നോ അവരവരുടെ പാർട്ടികൾ പറയുന്ന ആളുകളോ ഒക്കെ മാത്രമാണ് ആ സ്ഥാനത്തേക്ക് വരുന്നത്. നമ്മൾ ഈ PSC എന്ന് പറഞ്ഞൊരു ഈ നമ്മളിപ്പോ എന്തായാലും വിശ്വസിച്ച് വിദ്യാർത്ഥികളെ വിശ്വസിച്ച് പരീക്ഷ എഴുതുന്നതാണ്. പിന്നെ എന്തിനാണ് നമുക്ക് ഈ PSC എന്ന് പറയുന്ന സംവിധാനം കൊണ്ടൊന്നും ഇങ്ങനെ വെച്ചേക്കുന്നത്? വളരെയധികം നന്ദി. ഏതായാലും ഇതൊരു PSC ജോലിയല്ല വിജയൻ, അതുകൂടെ മനസ്സിലാക്കുക. മറിച്ച് ഈ മന്ത്രിമാർ മാറുമ്പോൾ ഇവർ മാറണം, അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഈ മന്ത്രിമാർ മാറ്റുമ്പോൾ അവർ മാറണം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷേ അവർക്ക് പെൻഷൻ നൽകുന്നു 2 വർഷവും 1 മാസം. സാധാരണ സർക്കാർ സംവിധാനത്തിൽ ഏറ്റവും ഉയർന്ന പെൻഷൻ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള പെൻഷൻ ലഭിക്കണമെങ്കിൽ 30 വർഷം ജോലി ചെയ്യണം, അല്ലെങ്കിൽ 29 വർഷം കഴിഞ്ഞ് ഒരു മാസം കൂടി ആയാൽ കിട്ടും. ഏറ്റവും കുറഞ്ഞ പെൻഷന് 3 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ് 1 മാസം കൂടെ ജോലി. അപ്പോൾ ഏറ്റവും കുറഞ്ഞ പെൻഷനായിട്ടുള്ള 2400 രൂപയാണ് ഇവർക്ക് ഏറ്റവും കുറഞ്ഞ പെൻഷനായിട്ട് കിട്ടുന്നത്. പക്ഷേ പിന്നീട് അതിൻ്റെ കൂടെ അത് പെൻഷൻ ജീവനക്കാരുടേത് കൂട്ടുമ്പോൾ ഇവരുടേതും കൂടും. അതേപോലെ തന്നെ DA അടക്കമുള്ള മറ്റ് ആനുകൂല്യങ്ങളുമൊക്കെ ഉണ്ട്. ശ്രീ ജോസഫ് കൂടി നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ ജോസഫ്, ഇവിടെ ഇപ്പോൾ നേരത്തെ വന്ന മറ്റൊരു വിമർശനം എന്ന് പറയുന്നത് ഗവർണർ 151 സ്റ്റാഫിന് വെച്ചിട്ടില്ലേ എന്നുള്ളതായിരുന്നു. പക്ഷേ ഗവർണറുടെ ആ 151 സ്റ്റാഫിൽ ആരും രാഷ്ട്രീയക്കാർ ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഹരി എസ് കർത്ത എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നിയമനം അവിടെ വന്നിട്ടുമുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാറേ, എനിക്ക് പറയാനുള്ളത് ഇതെല്ലാം അഴിമതി തന്നെയാണ്. കാരണം എന്ന് ചോദിച്ചാല് ഇപ്പൊ A. ആന്റണിയെ രാജ്യസഭയെ വിട്ടു. ഒരു തവണ പോലും അങ്ങേരെ മുണ്ടെടുക്കാൻ പോലും എണ്ണീറ്റ് അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങേരെ വെറുതെ പോയി 3 ലക്ഷം രൂപ വീതം മാസം ശമ്പളം വാങ്ങിച്ചു. എന്ത് കാര്യത്തിനാണ് പോയത്? എന്ത് ഉപകാരമാണ് കേരളത്തിനുണ്ടായത്? അതുപോലെ തന്നെ എല്ലാം അഴിമതി തന്നെയല്ലേ. 565 MP-മാരുണ്ട്. അതിനകത്ത് മന്ത്രിമാർ കുറെ എണ്ണം ഉണ്ട്, എഴുത്തും വായന അറിയാത്തവര്. അവരാണോ ഭരിക്കുന്നത്? IAS IPS ആൾക്കാരുമാണ് ഭരിക്കുന്നത്. അവരെ വെച്ചാൽ പോരെ? എന്തിനാ ഇത്രയും ആൾക്കാർ ഇത്രയും ചെലവും ഇന്ത്യ പോലുള്ള സംസ്ഥാനത്ത്? 650 സ്റ്റാഫ് ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയില്. അത് 322 ആക്കി. എന്നിട്ട് ഇപ്പോഴും അഴിമതിയാണെന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാറിനോട്. കേരളം പോലെ ഇട്ടാവട്ടത്തിൽ കിടക്കുന്ന ഒരു സ്ഥലത്ത് ഇത്ര 21 മലയാളം ചാനൽ എന്തിനാ? 3 ചാനൽ പോരെ? എന്തിനാണ് ഇത്രയും ചാനൽ വാരി? അല്ല, ഇത് രണ്ടും തമ്മിൽ ജോസഫ് ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ചാനലുകളൊന്നും പ്രവർത്തിക്കുന്നത് ഞാനോ താങ്കളോ നൽകുന്ന നികുതി പണം കൊണ്ടല്ല. അങ്ങനെയല്ല ജോസഫ്, അതിലൊരു വ്യത്യാസമുണ്ട്. ദയവായി താങ്കൾ മനസ്സിലാക്കുക. ഈ ചാനലുകളൊന്നും പ്രവർത്തിക്കുന്നത് ഞാനോ താങ്കളോ നൽകുന്ന നികുതി പണം കൊണ്ടല്ല. നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ നൽകുന്ന നികുതി, നമ്മൾ ഭൂനികുതി അടയ്ക്കുമ്പോൾ നൽകുന്നത്, നമ്മൾക്ക് നൽകുന്ന കെട്ടിട നികുതി, നമ്മൾ നൽകുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ നൽകുന്ന GST അടക്കം, ഇങ്ങനെ എല്ലാ പണവും കൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകളെ തീറ്റിപ്പോറ്റുന്നത്. പൊതുഖജനാവിൽ നിന്നാണ് 1,42,00,000 രൂപ നൽകുന്നത്. പൊതുഖജനാവിൽ നിന്നുള്ള നികുതി പണം കൊണ്ടല്ല ഈ സ്ഥാപനങ്ങളോ താങ്കൾ പറഞ്ഞിട്ടുള്ള ചാനലുകളൊന്നും പ്രവർത്തിക്കാൻ വയ്യാതെ ഊർജ്ജശ്വാസം വലിച്ച് നിലച്ചു പോകുന്നത് പൊതുഖജനാവിൽ നിന്ന് പണം കിട്ടാത്തപ്പോഴല്ല. അതാണ് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഏതായാലും വിളിച്ച അഭിപ്രായം അറിയിച്ചതിൽ വളരെയധികം നന്ദി. ശ്രീ അശോക് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അശോക് വടവാതൂരിൽ നിന്നുമാണ് അദ്ദേഹം വിളിക്കുന്നത്. പറഞ്ഞോളൂ അശോക്, താങ്കളുടെ കാഴ്ചപ്പാട്. സാർ, ഞാൻ കോട്ടയത്തുനിന്ന് വിളിക്കുകയാണ്. ഞാൻ കോട്ടയത്തുനിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് അശോക് കുമാർ. പറഞ്ഞോളൂ അശോക് കുമാർ. ഈ ഭരണകാലത്താണ് ഈ സ്റ്റാഫിന് വെക്കുകയും 2 വർഷം കഴിയുമ്പോൾ ആൾക്കാരെ മറ്റു പുതിയ ആൾക്കാരെ എടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അന്ന് മുതൽ തുടങ്ങിയ സംഭവമാണ്. ഇപ്പൊ ഇത് കഴിഞ്ഞ ഈ മന്ത്രിസഭ ആളിനെ കുറച്ച് വെച്ചിരിക്കുകയാണ്. വളരെ കുറച്ച് 300 ചില്ലുവാനം ആൾക്കാരെ ഉള്ളു സ്റ്റാഫായിട്ട്.
ഇത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ ഈ സർക്കാർ ഒരുപക്ഷെ തയ്യാറായിരിക്കും. സാറ് ഞാൻ ചോദിച്ചോട്ടെ, ഈ PF-ന്റെ പെൻഷന്റെ കാര്യം ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ചാനലുകാർ ചർച്ച ചെയ്യുന്നുണ്ടോ? 40,000-40,000 രൂപ ശമ്പളം മേടിച്ചിട്ട് ഓരോ ഫാക്ടറിയിലും തൊഴിലാളികൾ വീട്ടിൽ വലിയ പെൻഷൻ അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഈ പണം മുഴുവൻ PF-കാർ തട്ടിക്കൊണ്ട് ഇതിനെങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്തിട്ട് സാറേ, ഇതൊക്കെ ചുമ്മാ അനാവശ്യമായി റൈറ്റ്. അദ്ദേഹത്തിൻ്റെ ഫോൺ കട്ടായി പോയി തോന്നുന്നു. അനാവശ്യമാണ് എന്ന് ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള ധാരണയ്ക്കും അതേപോലെ തന്നെ രാഷ്ട്രീയ നിലപാടിനും ഒക്കെ അനുസരിച്ച് തോന്നാം. പക്ഷേ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലേക്ക് കൂടി നമ്മൾ നോക്കണം. വേണ്ട, കേന്ദ്രമന്ത്രിമാരെ നോക്കുക. ഒരു കേന്ദ്രമന്ത്രിക്ക് 12 പേഴ്സണൽ സ്റ്റാഫാണ് ഇവിടെ ഉള്ളത്. ഇവിടെ അതിൻ്റെ ഇരട്ടിയിലധികമുണ്ട് ചില ആളുകൾക്ക്. അതാണ് വിഷയം വരുന്നത്. തമിഴ്നാട്ടിൽ ഒരു മന്ത്രിക്ക് ഒരാൾ ആണ് പേഴ്സണൽ സ്റ്റാഫായിട്ട് ഈ ഉദ്യോഗസ്ഥരല്ലാതെ രാഷ്ട്രീയ നിയമനം വരുന്നത്. കർണാടകയിലാണെങ്കിൽ 2 പേർ. അത്രയേ ഉള്ളൂ. ഇവിടെയാണ് 24ഉം 26ഉം ഒക്കെ വരുന്നത്. ശ്രീ ശബരി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ശബരി, പൊതുഖജനാവിൽ നിന്നുള്ള പണമാണ് ഇവർക്കൊക്കെ നൽകുന്നത്. അത് ഇവരുടെ TA ആണെങ്കിൽ, അതേപോലെ തന്നെ പിന്നീടുള്ള പെൻഷനാണെങ്കിൽ, ഇവരുടെ ശമ്പളമാണെങ്കിൽ ഒക്കെ. എന്തിന് ഇത്ര പേഴ്സണൽ സ്റ്റാഫ്, എന്തിന് ഇത്ര രാഷ്ട്രീയ നിയമനം എന്നൊക്കെ തോന്നിപ്പോയാൽ അതിൽ സംശയമുണ്ടോ? ശബരിയുടെ കാഴ്ചപ്പാട് എന്താണ് ശബരി? സാർ, ഞാൻ പറഞ്ഞ വെച്ചാൽ ഇപ്പൊ രാഷ്ട്രീയത്തില് ചെറിയ പാർട്ടി പ്രവർത്തനമായി തുടങ്ങുന്ന ആളുകൾക്ക് അവർക്ക് ഒന്നും രാഷ്ട്രീയത്തിൽ നിന്നും കിട്ടുന്നില്ല. അപ്പൊ ആ രീതിക്ക് അവരെന്ത് ചെയ്യും, അവര് ഈ സ്റ്റേഷൻ സ്റ്റാഫ് ആക്കുമ്പോൾ അവർക്ക് കുറച്ച് പൈസ കിട്ടുന്ന ഒരു ഏർപ്പാടാണിത്. പക്ഷെ ഇത് പിന്നീട് വന്ന് ഇതിപ്പം എല്ലാ ആളുകൾക്കും ഇപ്പം ഇത് കിട്ടി എല്ലാ ആളുകളും ഇപ്പൊ പേഴ്സണൽ സ്റ്റാഫ് ആയി കഴിഞ്ഞാൽ അവർക്ക് ഒരു ഏണിംഗ് ആയി എന്നുള്ള ഒരു ഇതാണ് ഇപ്പം കാണുന്നത്. ശബരിക്ക് എത്ര വയസ്സുണ്ട് ശബരി? എനിക്കിപ്പോ 22 വയസ്സ്. 22 വയസ്സുള്ളൂ ശബരി. ഇതിലൊരു പ്രശ്നം എന്താണെന്നറിയോ ശബരി? ഇപ്പൊ ശബരിക്ക് 22 വയസ്സ്, സർക്കാർ ജോലി കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക. ഇനി കിട്ടിയാൽ തന്നെ ശബരിക്ക് പെൻഷൻ കിട്ടണമെങ്കിൽ ശബരി എത്രയോ വർഷം ജോലി ചെയ്യണം. 22 വയസ്സ് ഉള്ള ശബരി ഇപ്പോൾ നാളെ ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് വരികയാണ്. 2 വർഷം കഴിഞ്ഞ് ശബരിയെ അവിടെ നിന്ന് മാറ്റുന്നു എന്ന് പറയുമ്പോൾ 24 വയസ്സ് കഴിയുമ്പോൾ മാറ്റുന്നു. ശബരിക്ക് 24ാമത്തെ വയസ്സ് മുതൽ പെൻഷൻ കിട്ടി തുടങ്ങുകയാണ്. അതാണ് ഇവർ ചെയ്യുന്ന ഒരു ദുരന്തം എന്ന് പറയുന്നത്. നല്ല ആരോഗ്യമുള്ള, അധ്വാനിക്കാനും ജോലിക്കും ഒക്കെ പോകാവുന്ന പ്രായത്തിൽ പെൻഷൻ കൊടുക്കുകയാണ്. ആ കൊടുക്കുന്നതിന് അത് തെറ്റാണ്, അങ്ങനെ ചെയ്യരുത്. കാരണം അത് അത്രയും 10-60 വയസ്സ് വരെ സർവീസ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ബാക്കിയുള്ള ലൈഫിലോട്ടുള്ള ഒരു നല്ലൊരു ഇതാണ് പെൻഷൻ കൊടുക്കുന്നത്. അപ്പൊ പക്ഷേ ഇത് ദുരുപയോഗം ചെയ്യുവാണ് സർക്കാർ. വളരെയധികം നന്ദി ശബരി. മറ്റു പ്രേക്ഷകരുണ്ട്, നമുക്ക് അവരിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. പൊതുവേദി തുടരുകയാണ്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ ദൂർത്തിൻ്റെ കാര്യത്തിലാണ് സുപ്രീം കോടതി ഇന്ന് ഇടപെട്ടുകൊണ്ട് ചോദിച്ചിട്ടുള്ളത്. എന്തിനാണ് ഇത്രയധികം ദൂർത്ത് എന്നുള്ളത് തന്നെയാണ് പൊതുവേദിയും പരിശോധിക്കുന്നത്. ശ്രീ ജിജോ കാസർഗോഡ് നിന്നും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജിജോ, 2 വർഷം ജോലി ചെയ്താൽ പെൻഷൻ, അതിന് പ്രായമൊന്നും ഒരു പ്രശ്നമില്ല, വിദ്യാഭ്യാസ യോഗ്യതയൊന്നും പ്രശ്നമില്ല, ഒരു പരീക്ഷകളും എഴുതേണ്ട. ഒരു മന്ത്രിക്ക് താല്പര്യം തോന്നി ഒരു പേഴ്സണൽ സ്റ്റാഫ് ആക്കിയാൽ മാത്രം മതി 2 വർഷം. അതിനുശേഷം പെൻഷനുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ ആനുകൂല്യങ്ങളുമുണ്ട്. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ കൂട്ടുന്ന സമയത്ത്, വർദ്ധിപ്പിക്കുന്ന സമയത്ത് ആ ആനുകൂല്യങ്ങളുമൊക്കെ ലഭിക്കുകയും ചെയ്യും. ജിജോയുടെ അഭിപ്രായം എന്താ ജിജോ? ഇതില് 2 വർഷം കൊണ്ട് പെൻഷൻ കൊടുക്കുന്നത് തീരെ കാര്യമായ കാര്യമല്ല. കാരണം എന്ന് വെച്ചാല് ഇപ്പൊ എത്രയോ ഗവൺമെന്റ് സ്റ്റാഫുകളുണ്ട്. അവർക്ക് ഈ അധികമായിട്ടുള്ള ഓരോ സ്ഥാപനങ്ങളിൽ അധികമായിട്ടുള്ള സ്റ്റാഫുകളുണ്ട്. അവരെ എന്തുകൊണ്ട് ഇതിൽ പേഴ്സണൽ സ്റ്റാഫിലേക്ക് ആയിക്കൂടാ? അവർ അവിടുന്ന് പണിയെടുക്കാതെ പെൻഷൻ മേടിക്കുന്നവരുണ്ട്. അവരെ ഈ ഗവൺമെന്റ് ഇതിലേക്ക് ആക്കിക്കൂടെ, പേഴ്സണൽ സ്റ്റാഫിലാക്കിക്കൂടെ? ഈ 2 വർഷം കൊണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പെൻഷൻ പറ്റുന്ന 24-25 വയസ്സ് ഇല്ലെങ്കിൽ 27 വയസ്സിൽ പെൻഷൻ മേടിക്കാൻ തുടങ്ങുന്നു. അത് കഴിഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു. ആർക്ക് വേണ്ടി? ഈ പൊതുജനങ്ങൾ. ഇതിൽ തന്നെ ഇപ്പൊ നേരത്തെ വിളിച്ചവർ പറഞ്ഞു കരുണാകരന്റെ കാലത്താണ് എന്ന്. ഞാൻ കേട്ട കരുണാകരന്റെ കാലത്താണെങ്കിൽ എന്തുകൊണ്ട് ഇത് തിരുത്തിക്കൂടെ? നായനാരുടെ കാലത്തുണ്ടായിരുന്ന കാര്യങ്ങൾ ഇപ്പം പിണറായി വിജയന്റെ കാലത്ത് വന്നപ്പോൾ തിരുത്താൻ തുടങ്ങിയില്ലേ? അതേപോലെ എന്താ ഈ ശക്തിയുള്ള ഒരു ഗവൺമെന്റ് ആണെങ്കിൽ തിരുത്തിക്കൂടെ? ഇതൊന്നല്ല. ഇവർക്ക് ശമ്പളം കൂട്ടുമ്പോൾ, മന്ത്രിമാരുടെ MLA-മാരുടെ ശമ്പളം കൂട്ടുമ്പോൾ ഈ പ്രതിപക്ഷവും ഭരണകക്ഷിയും ഒന്നിച്ച് ഡെസ്കിലടിക്കും. അതാണ് ഏറ്റവും പ്രധാനം. വളരെയധികം നന്ദി ജിജോ. ശ്രീ മണിയുണ്ട്. മണി, ഇതാണ് സ്വന്തം കാര്യമാകുമ്പോഴോ, സ്വന്തക്കാരുടെ കാര്യമാകുമ്പോഴോ, പാർട്ടിക്കാരുടെ കാര്യമാകുമ്പോഴോ, വേണ്ടപ്പെട്ടവരുടെ കാര്യമാകുമ്പോഴോ അവിടെ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ല. എല്ലാവരും ഒരുമിച്ചാണിത് ചെയ്യുന്നത്. കരുണാകരൻ കൊണ്ടുവന്നു, അതിനുശേഷം വന്നിട്ടുള്ള മുഖ്യമന്ത്രിമാരൊക്കെ തന്നെ, നായനാരാണെങ്കിലും VS ആണെങ്കിലും ആന്റണി ആണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും പിണറായി ആണെങ്കിലും അതൊക്കെ അതുപോലെ തുടർന്നു പോകുന്നു. മാറ്റം വേണ്ടേ മണി? വേണം, തീർച്ചയായിട്ടും വേണം. ഇത് എനിക്കിപ്പോ പറയാനുള്ള പെൻഷന്റെ കാര്യത്തിൽ മാത്രമല്ല,
ജനങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടുകളിലൂടെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ മലയാലപ്പുഴ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ എവിടെയാണ് കുടിവെള്ളം എന്ന് പറയുന്നത് ഇവിടെ എത്തിയിട്ടില്ല. എത്രയോ വർഷങ്ങൾ കൊണ്ട് നഗരസഭയില് ഈ 17-ാം വാർഡില് ഈ CPM-കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്ര കാലം ഭരിച്ചിട്ടും ഈ ഞങ്ങളുടെ ഈ ഏരിയയിൽ ഈ 17-ാം വാർഡില് കുറെ മലപ്രദേശങ്ങളാണ് ഉള്ളത്. അവിടെ കുടിവെള്ളം എത്തിക്കാനുള്ള ഒരു സാമാന്യ മര്യാദയെങ്കിലും കാണിച്ചുകൂടെ സാർ? വളരെയധികം നന്ദി. ഏതായാലും ഇതാണ് ഒരു വാർഡിൽ കുടിവെള്ളമില്ലെങ്കിൽ ആളുകളുടെ അടിസ്ഥാന ആവശ്യമാണ് അതൊക്കെ. അങ്ങനെയുള്ള കാര്യങ്ങളും അവിടെയുള്ള ഭരണകർത്താക്കൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. ഷെറോൺ ഉണ്ട് നമ്മളോടൊപ്പം. ഷെറോൺ കേൾക്കാമോ? ഹലോ, പറഞ്ഞോളൂ ഷെറോൺ, അഭിപ്രായം പറഞ്ഞോളൂ. സാർ, കുറെ നാളുകൊണ്ട് വിചാരിക്കുന്നേ ഇതിന് ഇങ്ങനെ ഒരു വേദി കിട്ടണമെന്നുള്ളത്. ഇവിടെ ഒന്നും പറയാൻ കഴിയാത്ത കുറെ പൊതുജനങ്ങളുണ്ട്. ഒരു കാര്യം പറയാൻ പറ്റാത്ത, അതായത് ഒന്നും മിണ്ടത്തില്ല അവർക്കൊന്നും പറയാനും അറിയത്തില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് പിന്നെ ഇവർക്ക് തന്നെ നിർഭരണം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ പാർട്ടി പ്രവർത്തിക്കുന്നവരെ നോക്കി അവര് താഴേക്കിടയിൽ നിന്ന് ജോലികൾ കൊടുക്കും. അപ്പൊ അവരുടെ കുടുംബത്തിലുള്ളവർ ആ ചോറിൽ നിന്ന് അവരുടെ കുടുംബത്തിലുള്ളവര് വീണ്ടും ഇവർക്ക് ഇലക്ഷൻ വരുമ്പോ അവർ വോട്ട് ചെയ്തേ പറ്റൂ. അങ്ങനെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഈ തെരഞ്ഞെടുപ്പിൽ ഇത് ഒന്നാകുന്നത്. മനസ്സിലായ? അതെ. ഷെറോൺ, വളരെയധികം നന്ദി വിളിച്ച അഭിപ്രായം അറിയിച്ചതിൽ. ഇത് തന്നെയാണ് അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്. വേണ്ടപ്പെട്ട ആളുകളെ വേണ്ട രീതിയിൽ സംരക്ഷിക്കുക, അവരെ പിന്നീട് ഫീൽഡിലേക്ക് ഇറക്കി വിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക. അതിൽ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഉള്ള വ്യത്യാസമില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സർക്കാർ കൊണ്ടുവന്നു, ഒരു മുഖ്യമന്ത്രി കൊണ്ടുവന്നു, കരുണാകരൻ കൊണ്ടുവന്നു, അല്ലെങ്കിൽ നായനാർ കൊണ്ടുവന്ന ഒരു നിയമം അത് ശരിയല്ല എന്ന് ഇപ്പോൾ തോന്നുമ്പോൾ അത് തിരുത്തിയിട്ടുണ്ട് ലോകായുക്തയുടെ കാര്യത്തിൽ. അതേപോലെ തിരുത്താവുന്നതേ ഉള്ളൂ വേണമെങ്കിൽ. അതുതന്നെയാണ് ഇക്കാര്യത്തിൽ ചെയ്യേണ്ടത്. എന്തിനാണ് ഇത്രയധികം പേഴ്സണൽ സ്റ്റാഫ് എന്നുള്ളത് തന്നെയാണ് ആലോചിക്കേണ്ടത്. വളരെയധികം നന്ദി വിളിച്ച പ്രേക്ഷകർക്ക്. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്ത. നമസ്കാരം.